ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. വോട്ട് ചോരിയുമെന്ന് പറഞ്ഞിപ്പോൾ ഏതോ ഒരു പെൺകുട്ടിയുടെ ഒരു യുവതിയുടെ ഫോൺ നമ്പർ പരസ്യപ്പെടുത്തിയിരിക്കുകയാണ്. ആ യുവതി രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇയാളെ പിടിച്ചു കെട്ടാൻ ഇവിടെ ആരുമില്ലേ? കോൺഗ്രസ്സുകാരനാണത് ചിന്തിക്കേണ്ടത്. കൈയടിച്ചുകൊണ്ടിരിക്കുക കോൺഗ്രസ്. ഇയാൾ എന്തോ മഹാത്ഭുതം, മാജിക്ക്, മാന്ത്രിക മോതിരം ഇട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമാണെന്ന് വിചാരിച്ച് കോൺഗ്രസ്സുകാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രോത്സാഹിക്കുമ്പോൾ ഒരു ദിവസം നേപ്പാളിൽ സംഭവിച്ചതുപോലെ കോൺഗ്രസ് ഓഫീസിലേക്ക് ഒരു ജൻസി വിപ്ലവം ഉണ്ടാകും. അതല്ല, അധികാരത്തിലിരുന്നെങ്കിലേ അങ്ങനെ സംഭവിക്കുമായിരുന്നുള്ളൂ. കാരണം ഇപ്പം മോദി ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒന്നിനും തയ്യാറാവില്ല. കാരണം തൃപ്തരാണ്. ഇങ്ങേറ്റത്തെ തീരെ താഴെക്കിടയിലുള്ള പക്ഷെ ഇത്തരം തെമ്മാടിത്തനങ്ങൾ കാണിച്ചാലേ അദ്ദേഹം ഇറ്റലി സംസ്കാരം ഇന്ത്യയിൽ ആളുകൾക്ക് മനസ്സിലാവും. പണ്ടും ഇതുപോലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഇൻസ്പൈറ്റ് ഓഫ് ദിസ് ആണല്ലോ നമ്മുടെ ബാലാക്കോട്ട് ആക്രമണത്തിന് തെളിവ് വേണമെന്ന് പറഞ്ഞാണല്ലോ ഉത്തർപ്രദേശിലിട്ട് ആ കുടുംബത്തെ ഒരു പാഠം പഠിപ്പിച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ വലിയ ശിക്ഷ കിട്ടിയില്ലേ? അതുപോലെ കാണിക്കും. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇയാൾ പ്രതിപക്ഷ നേതാവ് പോയിട്ട് MP പോലും ആവുകയില്ല. നോക്കിക്കൂ, ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ബുദ്ധിയില്ലാത്തവരല്ല. ഇയാളെ പോലെ ബാലക് ബുദ്ധി, ശരിയായിട്ടുള്ള ഒരു പ്രയോഗം അതാണ്. ബാലക് ബുദ്ധി ഉള്ളവരല്ല ജനങ്ങളെ. അത്യാവശ്യം പട്ടിണിയാണെങ്കിൽ ഇയാളെ പോലെ സുഭിക്ഷമായിട്ട് നടക്കുകയും സുഖലോലുപനായിട്ട് നടക്കുകയും സുഖവാസ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലെങ്കിലും ആവറേജ് ബുദ്ധി ഇന്ത്യക്കാരനുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചത് റായ്ബറേലിയിൽ. പണ്ട് കോമൺ സെൻസ് ഉണ്ട്. ദി ആവറേജ് സിറ്റിസൺ ഈസ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ രാഹുൽ ഗാന്ധി. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. താനേ ഇത് കെട്ടടങ്ങും. ഇപ്പം നോക്കൂ, ഒരു കുട്ടി കരിമ്പിൻ്റെ കഷ്ണങ്ങൾ അവന് കൊടുത്തു. കരിമ്പിൻ്റെ കഷ്ണം കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, കരച്ചിലൂടെ കരച്ചിൽ, എന്താ കുട്ടി നീ കരയുന്നത്? അത് അമ്മച്ചി എനിക്ക് ഇങ്ങനെ പോരാ, ഈ കരിമ്പ് മുറിച്ച് തരും. അപ്പോൾ അമ്മച്ചി അത് മുറിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ കരച്ചിൽ. എന്താ നീ പിന്നെയും കിടന്ന് കരയുന്നത്? എന്താ അമ്മച്ചി ഇത് രണ്ടും കൂടെ ഒന്നാക്കി തരണം. നടക്കുന്ന കാര്യമാണോ? ഇതുപോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ബാലക ബുദ്ധി. ഇദ്ദേഹം ആരോപിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രധാന വിഷയം എന്താ? നമ്മുടെ വോട്ടർ പട്ടിക ശരിയല്ല, അതിൽ തെറ്റായിട്ടുള്ള വോട്ടുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അർഹരായവർക്ക് വോട്ടില്ല. അതിന് പരിഹാരം എന്താ? സമഗ്രമായിട്ടുള്ള വോട്ടർ പട്ടിക പരിഷ്കരണം. അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SIR, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. എന്നിട്ട് ഈ SIR നടത്തുമ്പോൾ, അത് ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രക്രിയ നടക്കുമ്പോൾ അതിന് എതിർപ്പ്. ഇപ്പോൾ നോക്കൂ, ഇന്നിപ്പോൾ സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസർ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ വരുന്ന കേരളത്തിലെ സ്ഥാപനം SIR നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗം വിളിച്ചിരിക്കുക. അവിടെ കോൺഗ്രസും അതിനൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, LDF മുന്നണിയും UDF മുന്നണിയും ഒരുപോലെ ശക്തിയുക്തം അതിനെ എതിർക്കുകയാണ്. ഇവർ തന്നെയാണ് പറയുന്നത് വോട്ടർ പട്ടിക ശരിയല്ലെന്ന്. ശരിയല്ലെന്ന് അവരാരോപിക്കുന്ന ഒന്നിനെ ശരിയാക്കാനും സമ്മതിക്കുകയില്ല. അപ്പോൾ ശരിയായിട്ടല്ലാത്ത അവസ്ഥയിൽ അത് അവർ അംഗീകരിക്കുകയില്ല. ഇതെന്ത് തരം ബുദ്ധിയാണിത്? നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് നിങ്ങൾ പറയുക, ശരി, അപ്പം ചികിത്സിക്കാനും സമ്മതിക്കത്തില്ലെങ്കിൽ പിന്നെന്താ ചെയ്യേണ്ടത്? നിലവിളിച്ചുകൊണ്ടിരിക്കാം. ഇദ്ദേഹത്തെ എത്ര വിവരമുണ്ടല്ലേ? ഇത്തരം ഒരു യുവതിയുടെ നമ്പർ എത്ര കോടി ജനങ്ങൾ കാണാതെ. ഇയാൾ ആദ്യത്തെ പത്രസമ്മേളനം ആറ്റം ബോംബോ എന്തോ ബോംബാണെന്നും പറഞ്ഞു നടത്തി. വലിയ നാറ്റം ബോംബായി. ഒരു ഇന്ത്യയിലെ അത് ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ട് at 124 ഒരു സ്ത്രീ കൂടിയായ പ്രിയങ്ക ഗാന്ധി ഫോട്ടോയും കാണിച്ചുകൊണ്ട് ആ സ്ത്രീ അപമാനിക്കപ്പെടുകയല്ലേ? അവരുടെ അനുവാദം വാങ്ങിക്കാതെ അവരുടെ ഫോട്ടോ കാണിച്ചിട്ട് അവർക്ക് 134 വയസ്സുണ്ടെന്ന്. ഇത് വളരെ ഗൗരവമുള്ള മാനഭംഗപ്പെടുത്തലല്ലേ? അവരുടെ മാനം കളയുകയല്ലേ ചെയ്തത്? അപമാനിക്കുകയല്ലേ ചെയ്തത്? മനോരമ എന്ന് പറയുന്ന പത്രത്തിൽ കള്ളുഷാപ്പിൽ കയറി കള്ളു കുടിച്ചു എന്ന് പറഞ്ഞ് 2 സ്ത്രീകളുടെ ഫോട്ടോ ഇട്ടു. തെറ്റായ ഫോട്ടോകളായിരുന്നു. അവിടുത്തെ ആ സ്ത്രീകളുടെ ഫോട്ടോ കിട്ടാത്തതിന് അവിടെയുള്ള അവരുടെ ഏജന്റ് വേറെ 2 ഫോട്ടോകൾ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഇട്ടുള്ളൂ. പത്രത്തിൽ വന്നു. നാട്ടുകാർ മുഴുവൻ നിങ്ങൾ കള്ളുഷാപ്പിൽ പോകുന്നുണ്ടാ, കള്ളുഷാപ്പിൽ കയറിയവരെന്ന് പറഞ്ഞ നാട്ടിലെ സദാചാര പോലീസ് എല്ലാം കൂടി ഇവരെ പരിഹസിച്ചു. രായ്ക്ക് രാമൻ അവർ തൂങ്ങി മരിച്ചു. കാരണം എന്താ? അതൊരു തരം മാനഭംഗമായിരുന്നു മനോരമ നടത്തിയത്. തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് ചേന്ദമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത്, ചേന്ദമംഗലം
ആ സ്ഥലത്ത് നടന്ന സംഭവമാണിത്. ഇതുപോലാണ് ഒരു സ്ത്രീയുടെ ഫോട്ടോ ഇട്ടിട്ട് അവർക്ക് 134 വയസ്സെന്ന് പറയുമ്പോൾ അവർ അങ്ങാടിയിൽ പോകുമ്പോൾ, കടകളിൽ പോകുമ്പോൾ, ഇത് ഗവൺമെന്റ് ഓഫീസിൽ എന്തെങ്കിലും സേവനത്തിന് പോകുമ്പോൾ അവരെ അപഹസിക്കുക. ഏതാ 134 വയസ്സുള്ള പെണ്ണുപിള്ള ദാട്ടറാ പോകുന്നതാ. ഈ വല്ല വിവരവും ഇത് പുറത്തുവിട്ട പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഉണ്ടോ? അവരിപ്പോൾ വയനാട്ടിൽ വന്നിട്ടുണ്ട് സുഖതാമസത്തിന്. അവർക്ക് രഹസ്യം വേണമല്ലോ. ഒരു ഒറ്റ പത്രക്കാരനെയോ ഫോട്ടോഗ്രാഫറെയും അവരങ്ങോട്ട് അനുവദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ സ്വകാര്യത എന്ന് പറയുന്ന കാര്യം. അത് ഒരു ചിത്രം പകർത്താൻ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അവനെ അടിച്ചു, അവന്റെ ക്യാമറ പൊട്ടിച്ചു. നിങ്ങളെപ്പോലെ പണമുള്ള നാഷണൽ ഹെറാൾഡിന്റെ ഫണ്ട് കള്ളവൊപ്പിട്ട് ചാർത്തിയെടുത്തതുപോലെ ഉള്ള കള്ളത്തരങ്ങൾ കാണിച്ചാൽ അവൻ ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ ചെയ്യുന്നവനാ. അവന്റെ ക്യാമറ അടിച്ചു പൊട്ടിച്ചു. കള്ളത്തരത്തിൽ കൂടെ നാഷണൽ ഹെറാൾഡ് സ്വത്ത് വാങ്ങിക്കുകയും ദുർവിനിയോഗത്തിലൂടെ കൃഷിഭൂമി എടുത്ത് റിസോർട്ടാക്കുകയും ചെയ്ത പരിപാടിയൊന്നും ചെയ്യുന്ന ആളല്ലേ. ഫോണിൽ തന്നെ തകർത്തു, അവനെ തകർത്തു. കള്ളത്തരങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയിട്ടില്ല. അറസ്റ്റിലാവുമെന്ന് അറിഞ്ഞപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനെ ചീത്തയും വിളിച്ചുകൊണ്ടൊക്കെ നരുവുകളെ. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇത് തിരിച്ചറിയും കേട്ടോ, നിങ്ങളുടെ കള്ളത്തരങ്ങൾ. നിങ്ങൾ അറസ്റ്റിലാവാതിരിക്കാൻ വേണ്ടിയിട്ട്, മോദിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് പിന്നെ ബലിയാടാവാനുള്ള ശ്രമം. ആ ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും സാമാന്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു സ്ത്രീയെ അവിടെ അപമാനിച്ചു. ആ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല. വെറും 30 വയസ്സുള്ള സ്ത്രീക്ക് 134 വയസ്സുണ്ടെന്ന്. നിങ്ങൾ ആരാ പ്രിയങ്ക? നിങ്ങൾ ആരാ? നിങ്ങളുടെ വയനാട്ടിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ട് ജയിച്ച ഒരു MP എന്നതിൽ കഴിഞ്ഞ് ഇന്ത്യൻ സ്ത്രീയെ അപമാനിക്കാൻ നിങ്ങൾ ആരാ? നിങ്ങൾക്ക് അതിനുള്ള അവകാശം ആരാ തന്ന? പ്രിവിലേജ് ആരാ തന്നിരിക്കുന്നത്? എൻ്റെ സഹോദരിയാണ് ആ സ്ത്രീ. എൻ്റെ സഹോദരി അവമാനിക്കാൻ നിങ്ങൾക്ക് ആരാ അവകാശം തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് മാത്രമുള്ള ഈ മാനം എന്ന് പറയുന്നത്. അവർക്ക് ഭാരത സംസ്കാരം അറിയാമോ എന്ന് സംശയമില്ല. രാഹുൽ ഗാന്ധി അല്ല, ഭാരതത്തിലെ ജനങ്ങൾ ഇന്ത്യയെക്കാൾ കൂടുതൽ വിദേശ രാജ്യങ്ങളിലല്ലേ സാർ? അതെ, അതുകൊണ്ടുള്ള ഒരു അവരോട് ഇന്ത്യൻ സ്ത്രീകളോടുള്ള അവരുടെ ബഹുമാനം മാത്രമാണ്. നരേന്ദ്രമോദിയുടെ അമ്മയുമായി ബന്ധപ്പെട്ട് കണ്ടല്ലോ കോൺഗ്രസിന്റെ മാതൃസ്നേഹം. അതെ അതെ, ആ അമ്മയെ അപമാനിക്കുന്ന നിങ്ങൾക്ക് ഇന്ത്യൻ സ്ത്രീത്വം എന്താണെന്ന് അറിയില്ല. അതിന്റെ മാനം നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ മാനവും രഹസ്യങ്ങളും ഉള്ളൂ എന്നാണ്. രാഹുൽ ഗാന്ധി പട്ടായയിൽ പോകുന്നുണ്ട്, ലണ്ടനിൽ പോകുന്നുണ്ട്, പല വിധത്തിലുള്ള പെൺകുട്ടികളുമായിട്ടുള്ള സവാരി ചെയ്യുന്നുണ്ട്. പണ്ട് PT ചാക്കോ ഇങ്ങനെ കണ്ടെന്നൊരു സ്ത്രീയുമായിട്ട് പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയും അദ്ദേഹത്തെ ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ. നിങ്ങൾ സുഖമായിട്ട് സെക്യൂരിറ്റി എല്ലാം മാറ്റിവെച്ച് രഹസ്യമായിട്ടുള്ള ഈ പരിപാടി, കലാപരിപാടികൾ കുറേ നാളായിട്ട് നടത്തുന്നുണ്ട്. ഫോട്ടോ സഹിതം ചിലടത്തൊക്കെ വന്നിട്ടുമുണ്ട്, പത്രത്തിൽ അടിച്ചു വന്നിട്ടുണ്ട്. ഒരു മറുപടിയും പറയാതെ നിങ്ങൾ നിങ്ങളുടെ ആ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. അത് നിങ്ങൾ ഒറ്റ ആളിലൂടെ പറയാറുമില്ലല്ലോ. വെറും ആളുടെ കൂടെ നിങ്ങൾ പോകുന്ന ഇന്ത്യക്കാരുടെ. ഇനിയും പറയട്ടെ, ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. സോണിയാഗാന്ധിക്ക് ഗുരുതരമായ ഒരു രോഗമുണ്ടല്ലോ. ആ രോഗം എന്താണെന്ന് പറയുന്നവർ അവരെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യത വേണം. പക്ഷേ ഈ പെൺകുട്ടി ഇവിടെ ഇപ്പം നിങ്ങൾ വോട്ടക്കൊള്ള നടത്തിയെന്നും പറഞ്ഞ് ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചത്, കൊണ്ടത് ഒരു പാവപ്പെട്ട സ്ത്രീക്കാണ്. പ്രയാഗ്രാജിലെ അഞ്ജനി മിശ്ര എന്ന സ്ത്രീ. അവരുടെ വോട്ട് നിങ്ങൾ അവരുടെ ഫോൺ നമ്പർ, സ്ത്രീകളുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പൂവാല ശല്യമാണ്. ആ ഫോണിലേക്ക് ഒരുപാട് തെറിവിളികൾ ചെല്ലും, നഗ്ന ഫോട്ടോകൾ ചെല്ലും. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ. ആ സ്ത്രീയുടെ ഫോട്ടോ, ആ സ്ത്രീയുടെ ഫോൺ നമ്പർ നിങ്ങൾ പരസ്യമായിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചു. ആണുങ്ങളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ അവർ 100 കണക്കിന് ഫോണുകളാണ് ഓരോ മിനിറ്റിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഉത്തരവാദി രാഹുൽ ഗാന്ധി അല്ലേ? അവർ പരാതിപ്പെട്ടിരിക്കുകയാണ്. സാറേ, ഇത് പണ്ടില്ലേ ഈ ബാത്റൂമിലെല്ലാം നമ്പർ എഴുതി വെക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതുപോലെ ആയിപ്പോയി. അതെ, ചില നരമ്പന്മാർ എഴുതി വെക്കും, ഈ ബാത്റൂമുകളിൽ എഴുതി വെക്കുമല്ലോ നമ്പറുകൾ. ആ ഒരു രീതിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തത്. അതിനേക്കാൾ മ്ലേച്ഛമാണ്, ആ വിവരദോഷികളെക്കാൾ വിവരദോഷമായി കാണിച്ചിരിക്കുന്നത്. താനൊരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. തന്റെ പത്രസമ്മേളനം ക്യാമറകളെല്ലാം ലൈവാണ്. അവിടെ ഫോൺ നമ്പർ പ്രഖ്യാപിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഒരനുഭവം കൊണ്ട് പഠിച്ചില്ല. ഒരു 30 വയസ്സുള്ള സ്ത്രീക്ക് 134 വയസ്സുണ്ടെന്ന് പറഞ്ഞ് അവർ പരാതിപ്പെട്ടു. അപ്പൊ അവരോടൊക്കെ ആ സ്ത്രീകൾക്ക് കൽപ്പിക്കുന്ന, ഇന്ത്യൻ പൗരന്മാർക്ക് ഇവർ കൽപ്പിക്കുന്ന വില ഇത്ര മാത്രമേ ഉള്ളൂ. അനുവാദം വാങ്ങിച്ച് ഷൂട്ട് ചെയ്താൽ വന്ന ആളിന്റെ ഫോട്ടോ അതിന്റെ ക്യാമറ നശിപ്പിച്ചു കളഞ്ഞു. അയാളെ തല്ലി, അയാൾ കരയുകയാണിപ്പോൾ. രഹസ്യമായിട്ട് അമ്മയും മക്കളും കൂടെ സൂഹിക്കാൻ വന്നതാണ് വയനാട് കാടുകളിൽ. അവിടുത്തെ ഒരൊറ്റ പ്രശ്നം, കോൺഗ്രസിന് പോട്ടെ, ആ നാട്ടുകാരുടെ പ്രശ്നം പോട്ടെ, കോൺഗ്രസ് അവിടെ പ്രതിസന്ധിയിലാണ്. അതുപോലും അഡ്രസ് ചെയ്യാതെ ഇരുന്നിട്ട് ഇങ്ങനെ
എൻ്റെ സഹോദരിയുടെ നമ്പറാണ് ഇതുപോലെ പ്രഖ്യാപിച്ചിരുന്നതെങ്കിലുണ്ടല്ലോ, ഞാൻ നേരെ കോടതിയിൽ പോയി. ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് അതിനുള്ള പണവും ഭാഗം കാണില്ല. എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇത് പരാതിയുമായിട്ട് കോടതിയിൽ പോകണം. നേരത്തെ ഇതുപോലെ 134 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചാൽ ആ സ്ത്രീയും കോടതിയിൽ പോകണം. ഇയാൾ കോടതിയിൽ ഒരിക്കലും പോകില്ല, കാരണം കോടതി ഇയാളെ പിടിക്കുമെന്നറിയാം. ഇയാൾ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പകൽ പച്ച കള്ളമാണെന്നും അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ ഇത് ഒപ്പിട്ട് കൊടുക്കാത്തത്. എന്നിട്ട് ജനങ്ങളെ കൊണ്ട് ഒപ്പിട്ട് പിടിക്കുകയാണെങ്കിൽ ജനങ്ങളെ പിടിക്കട്ടെ. അത്രയുണ്ട് ഇയാൾക്ക് ജനങ്ങളോടുള്ള ബഹുമാനം എന്ന് മാത്രമേ പറയാനുള്ളൂ. ജനങ്ങളിത് തിരിച്ചറിയും. ഒരുപാട് നാൾ ഈ കള്ളക്കളിയും കൊണ്ട് പോകാൻ പറ്റില്ല. ഒരുപാട് നാൾ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റില്ല രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും.